തിരുവനന്തപുരം കുറച്ച് ദിവസങ്ങളായി ഇതേ സ്വഭാവമാണ് മഴയെ സംബന്ധിച്ച്. അതായത് പുലർച്ചെ മഴ പെയ്യുന്നു, ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്, ചെറിയ ചാറ്റൽ മഴ പോലും ഉണ്ടാകുന്നില്ല, ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്നു. അത്തരത്തിൽ തിരുവനന്തപുരം 1-2 ദിവസമായി മഴ ലഭിക്കുന്നതിൽ സമാനമായ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ നിമിഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം മലയോര പ്രദേശങ്ങളിലെ മഴ പെയ്തു, അരുവിക്കര ഡാമിൻ്റെ ഷട്ടർ തുറന്നു വിട്ടു. അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന ജഗതിയിലാണ് നമ്മൾ കുറച്ച് സമയം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. വെള്ളം ഇറങ്ങിപ്പോയെങ്കിൽ പോലും ചെളി. മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. പല വീടുകളിലും നമ്മൾ കണ്ടത് സാധനങ്ങൾ മുകളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത്തരത്തിൽ ഈ ചെളി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ നഗരത്തിൻ്റെ തന്നെ കുറച്ച് പുറത്തേക്ക് കിടക്കുന്ന പ്രദേശങ്ങൾ, അതും താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളത്. അത്തരത്തിൽ ദുരിതം ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലവർഷം എത്താൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പുള്ള മഴയാണ്, ആ മഴയാണ് ഇത്രമാത്രം ദുരിതം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് നഗരപ്രദേശത്താണ്. ആ ഒരു വ്യത്യാസം മോത്തിക്ക് മനസ്സിലാവും. കാരണം വെള്ളക്കെട്ടുകൾ നഗരപ്രദേശത്തെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. അല്ലെങ്കിൽ തമ്പാനൂർ ജംഗ്ഷൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ വെള്ളക്കെട്ട് നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോഴും ഈ പറയുന്നത് പോലെ നഗരത്തിന് പുറത്തേക്കുള്ള ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളായിക്കോട്ടെ അവിടെ വെള്ളക്കെട്ടുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന ചെളിയുമുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലർട്ടാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്, ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം മുതലപ്പുഴയിൽ ഇന്നലെയാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മുന്നറിയിപ്പുകളെല്ലാം ഉണ്ട്. ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. മഴയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മോത്തി. ശരി രാഹുൽ, മഴയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ലെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. വെള്ളക്കെട്ടും ദുരിതവും നേരിട്ട് കണ്ട ആളാണ് രാഹുൽ. അതുകൊണ്ടാണ് ആ ദുരിതത്തിന്റെ ഒരു ആഴം നമ്മളിലേക്ക് വളരെ കൃത്യമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതും. ഈ ദുരിതത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കത് ഈ അമ്മ പറഞ്ഞു തരും എന്താണ് ദുരിതത്തിന്റെ ആഴമെന്ന്. 10:30 മണിക്കാണ് റോഡിൽ കയറിയത്. അതിനുശേഷം പിന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ പോലും വയ്യായിരുന്നു. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു മനുഷ്യരില്ല. നമുക്ക് ചെളി ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും കൊണ്ട് വൃത്തിയാക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല.